BJP സംസ്ഥാന സെക്രട്ടറി കെ ശ്രീകാന്ത് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് പ്രതികരണത്തിനായി. കെ ശ്രീകാന്ത്, ഒരുപക്ഷെ നിർണായകമായ ഈ ഒരു വിവരങ്ങളൊക്കെ തന്നെയും പുറത്തു വരുമ്പോൾ ഇവിടെയുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നിരോധിച്ചിട്ടും PFI ഭീകരത തലപൊക്കുന്നു എന്നുള്ള കാര്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ്, വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ നിരോധിത സംഘടന വളരെ ശക്തമായിട്ട് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർക്ക് ആവശ്യത്തിനുള്ള സഹായം ചെയ്തു കൊടുക്കാൻ വിദേശത്തു നിന്നും നാട്ടിൽ നിന്നും ധാരാളം ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ കേസിൽ സുഹാസ് ഷെട്ടി കൊലപാതകത്തില് കർണാടക പോലീസിലെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം ഉൾപ്പെട്ടതായിട്ട് നേരത്തെ തന്നെ വിവരമുണ്ട്. കാരണം ഈ സുഹാസ് ഷെട്ടിയുടെ യാത്രാ വിവരങ്ങൾ ചോർത്തി കൊടുത്തത് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അതുപോലെ തന്നെ പ്രതികൾക്ക് ഈ കൃത്യം നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളതും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോട് കൂടിയിട്ടാണ് എന്നുള്ളത് നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളാണ്. അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഇതിന് സാമ്പത്തിക സഹായം വന്നിട്ട് വലിയ തുക വിദേശത്തു നിന്നും ലഭിച്ചു എന്നുള്ളത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. നമുക്ക് ഓർമ്മയുണ്ടാകും, ഈ സംഭവം നടന്ന ഉടൻ തന്നെ കർണാടക സ്പീക്കർ ശ്രീ ഖാദർ അന്ന് തന്നെ അതിന് ഒരു പ്രതികരണം നൽകുകയും ഈ പ്രതികൾ ആരും തന്നെ ഇതിനകത്ത് ഉൾപ്പെട്ടവരല്ല എന്നുള്ള രീതിയിൽ ക്ലീൻ ചിറ്റ് നൽകാൻ വേണ്ടിയിട്ട് അവരെ സംരക്ഷിക്കാൻ, ഈ കേസ് അട്ടിമറിക്കാൻ ആദ്യം തന്നെ രംഗത്ത് വന്നതും പൊതുസമൂഹത്തിന് ഓർമ്മയിലുള്ള കാര്യമാണ്. അപ്പോ സ്പീക്കർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ പ്രതികൾക്ക് വേണ്ടി ആവശ്യത്തിനുള്ള സഹായം ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിന് ഞെട്ടിക്കുന്ന ഒരു സംഭവം കൂടി. അപ്പൊ ഇതൊക്കെ വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടത്തിയിട്ടാണ് ഈ കൊലപാതകം നടത്തുക. എന്നിട്ട് ആ കൊലപാതകം നടന്നതിന് ശേഷം സ്പീക്കറെ ബന്ധപ്പെടുക. സ്പീക്കർ ഫോണിലൂടെ ഈ പ്രതിയുടെ, അതായത് നേരത്തെ സുഹാസ് ഷെട്ടി ഉൾപ്പെട്ട കേസിലെ പ്രതിയുടെ സഹോദരൻ തന്നെ ബന്ധപ്പെട്ടു എന്നും താൻ അങ്ങനെ ഒരു കൃത്യം നടത്തിയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണമൊക്കെ വന്നത് വലിയ വിവാദമായിരുന്നു. അപ്പം സ്പീക്കർ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പിന്തുണ ഈ പ്രതികൾക്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണിത്. ഈ കൊലപാതകം നടന്നപ്പോ കർണാടക സർക്കാരും കോൺഗ്രസും ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞത് ഇത് രണ്ട് ഗ്യാങ്ങുകൾ തമ്മിലുള്ള ഒരു പ്രശ്നമാണ് എന്ന നിലയ്ക്ക് അതിനെ ലഘൂകരിക്കാനും അതിനെ വെള്ളപൂശാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ബജരംഗദൾ നേതാവിനെ വലിയ രീതിയിൽ ഒരു ഗൂണ്ടയാക്കിയിട്ട് ചിത്രീകരിച്ച് സമൂഹ മധ്യത്തിൽ റൗഡിയായിട്ട് ചിത്രീകരിച്ച് അദ്ദേഹത്തെ വീണ്ടും അപമാനിക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. അതിനൊക്കെ ഉള്ള ഒരു തിരിച്ചടിയാണ് NIAയുടെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. NIAയുടെ അന്വേഷണം വളരെ ഫലപ്രദമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ശ്രീകാന്ത, ഇതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ കർണാടക മംഗളൂരുവിൽ തന്നെ ഈ ഇത്തരം സംഘർഷങ്ങളുടെ ഒരു പശ്ചാത്തലം തന്നെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും ഹൈന്ദവ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേരെ തുടർച്ചയായി ആക്രമണം ഉണ്ടാകുമ്പോൾ, അതും കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്, അതിന് പിന്നിൽ കൃത്യമായൊരു ഗൂഢാലോചന തന്നെയല്ലേ ഉള്ളത്? തീർച്ചയായിട്ടും ഗൂഢാലോചനയുണ്ട്. അവിടെ ആ ഗൂഢാലോചനയിൽ നിരോധിക്കപ്പെട്ട PFI മാത്രമല്ല, ഈ ഗൂഢാലോചനയിൽ ഈ PFIക്കും അതുപോലെ തന്നെ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്കും സഹായം നൽകുന്നത്, ഈ രാജ്യദ്രോഹികൾക്ക് സഹായം ചെയ്യുന്നത് അവിടുത്തെ കോൺഗ്രസ് സർക്കാർ, അതുപോലെ തന്നെ അവിടുത്തെ കോൺഗ്രസ് പാർട്ടി, ഇവരുടെ പിന്തുണ പൂർണ്ണമായിട്ടുണ്ട്. പരസ്യമായിട്ടുള്ള പിന്തുണ ഇവർക്കുണ്ട്. അവിടെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് വരുന്ന ആൾക്കാരെ, ഹിന്ദു സംഘടനാ നേതാക്കന്മാരെയും പ്രവർത്തകരെയും അവരെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ്. അവിടെ അത്തരം ആൾക്കാരെ നാടുകടത്താനുള്ള നടപടികളുമായിട്ട് പോലീസ് സംവിധാനം പോവുകയാണ്. അപ്പൊ പ്രതിരോധമില്ലാതെ ഹൈന്ദവ സംഘടനകളുടെ പ്രതിരോധത്തെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പോലീസിന്റെ സഹായം ഈ സംഘടനകൾ തേടുകയാണ്, അവർക്ക് സഹായം നൽകുകയാണ് എന്നുള്ളതാണ്. ഇത്തരം ഒരു സർക്കാർ തന്നെ സ്പോൺസർ ചെയ്യുന്ന ഒരു ഭീകരവാദ പ്രവർത്തനം പോലെയാണ് കർണാടകയിൽ, പ്രത്യേകിച്ച് മംഗലാപുരം പോലുള്ള പ്രദേശത്ത്, ദക്ഷിണ കന്നഡ ജില്ലയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവിടെ ഈ ഇത്തരം സംഘടനകളുടെ നിരോധിക്കപ്പെട്ടിട്ടും അവരുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും തളയ്ക്കാൻ സാധിക്കാത്തത് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ പിന്തുണയുള്ളത് കൊണ്ടാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഒത്താശ പോലീസും കോൺഗ്രസും അവിടെ നൽകുന്നു എന്നുള്ളതാണ്. വളരെയധികം നന്ദി ശ്രീകാന്ത് കെ പ്രതികരിച്ചതിന്.